ഞാൻ എന്റെ വിശ്വാസങ്ങളൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഒരു പ്രചരണക്കാരനായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ബുക്ക് നമ്മളുടെ അതോറിറ്റി ആണെന്നും ഇത് നമ്മുടെ ഗൈഡൻസ് ആണെന്നും ക്രിസ്ത്യാനികളുടെ ഐഡന്റിറ്റി ആണെന്നും ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. ഇതാണ്, ഈ ബൈബിളാണ് നമ്മളുടെ എത്തിക്സ്, നമ്മുടെ ആരാധന, നമ്മളുടെ തിയോളജി എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത്. വിവാഹം കഴിച്ചതാണ്. ഒരു വിവാഹ ശുശ്രൂഷ എങ്ങനെ നടത്തണമെന്ന് നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പിന്നെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ് നമ്മുടെ സഭയിൽ, എങ്ങനെ ആരാധന ശുശ്രൂഷ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിയുടെ അറഫ സ്പീച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഏറ്റവും വലിയ കുത്തുബയാണ്, അവരുടെ ഏറ്റവും വലിയ അറഫ സ്പീച്ചില് മുഹമ്മദ് എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ശേഷം ഇനി ഒരു പ്രവാചകൻ വരില്ല, നിങ്ങൾക്ക് ശേഷം ഇനി മറ്റൊരു സമൂഹവുമില്ല. ചേട്ടാ ചേട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ. വിവാഹ ശുശ്രൂഷ എങ്ങനെ നടത്തണമെന്ന് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇനി മരണ ശുശ്രൂഷ നടത്താൻ എങ്ങനെയാന്ന് എഴുതിയിട്ടുണ്ടോ? എന്റെ മോൻ തന്നെയാണോ അതാ മുഖ്യറ്റം? എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ സമസ്ത മേഖലയും ടച്ച് ചെയ്യുന്ന ഒരു മതമായിട്ട് ക്രിസ്ത്യാനിറ്റി ഈ ബൈബിൾ പറയുന്നുവെങ്കിൽ അദ്ദേഹം അത് തുറന്നു കാണിക്കണമെന്നാണ് വെല്ലുവിളി. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? സംവാദം എന്ന് പറയുന്നത് ഇസ്ലാമും ക്രിസ്തീയതയും തമ്മിലുള്ള സംവാദമല്ല. ക്രിസ്ത്യാനിറ്റി ഒരു പുസ്തക മതമാണോ എന്നുള്ളതാണ് സംവാദ വിഷയം. ഇസ്ലാം അത് പറയുന്നു, ഇസ്ലാം ചേന പറയുന്നു, ഇസ്ലാം മറ്റത് പറയുന്നു എന്നാണ്. ഇസ്ലാമിനെ കുറിച്ചൊരു ഡിബേറ്റ് അല്ല, ഒരു സംവാദകനായാൽ സംവാദ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടായിരിക്കണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ആ സാമാന്യ ബോധമില്ലാത്ത ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചൊരു ഡിബേറ്റ് നടത്തുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറയും, ഇസ്ലാമിനെ കുറിച്ചൊരു ഡിബേറ്റ് നടത്തുമ്പോൾ വേണമെങ്കിൽ ഹിന്ദുവിന്റെ മതത്തെ കുറിച്ച് പറയും. അതാണ് അജി ഇവിടെ ചെയ്തത്. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ